ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 10 മാത്തമാറ്റിക്സ് 9th ചാപ്റ്ററിലെ സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി എക്സസൈസ് 9.1 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. എ ട്രീ ബ്രേക്സ് ഡ്യൂ ടു സ്റ്റോം ആൻഡ് ദ ബ്രോക്കൺ പാർട്ട് ബെൻഡ് സോ ദാറ്റ് ദ ടോപ്പ് ഓഫ് ദ ട്രീ ടച്ചസ് ദ ഗ്രൗണ്ട് മേക്കിംഗ് ആൻ ആംഗിൾ 30 degree with it. The distance between the foot of the tree to the point where the top touches the ground is 8 meters. Find the height of the tree. Okay. ഇവിടെ ഇത് പറയുന്നത് പ്രകാരം ആദ്യം നമുക്ക് ഇവിടെ ഒരു ഫിഗർ വരക്കണം. ഇവിടെ ഫിഗർ തന്നിട്ടില്ല. ഞാൻ ആദ്യം ജസ്റ്റ് വരയ്ക്കുന്ന എങ്ങനെ കാണിച്ചു തരാം, എന്നിട്ട് കറക്റ്റ് വരച്ച് കാണിച്ചു തരാം. ആദ്യം ഒരു ട്രീ എന്ത് ചെയ്തിട്ടുണ്ട്, കാറ്റ് കാരണം അല്ലെങ്കിൽ എന്താ പറയുക കാറ്റ് കാരണം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ മരം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പൊട്ടിയിട്ട് മരത്തിൻ്റെ ഒരറ്റം തറയിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഈ ടച്ച് ചെയ്യുന്ന ഭാഗം ഫ്ലോറുമായിട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് 30. ഇനി ഈ where the top touches the ground is 8 meters. The distance between the foot of the tree. ട്രീയുടെ ഫൂട്ടും ഈ ട്രീ ടച്ച് ചെയ്യുന്ന ഭാഗവും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 8 മീറ്റർ ആണ്. കണ്ട, ഒരു ട്രീ സ്റ്റോം കാരണം എന്ത് ചെയ്തു, പൊട്ടിയിട്ട് അതിൻ്റെ ഒരറ്റം തറയിൽ ടച്ച് ചെയ്തു. ആ ടച്ച് ചെയ്ത ഭാഗവുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് 30. ആ ടച്ച് ചെയ്യുന്ന ഭാഗവും മരത്തിൻ്റെ ഫൂട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് 8 മീറ്റർ ആണ്. ഞാനിതിനോരോ പേര് കൊടുത്തു, ABCD എന്നുള്ളത്. ഇനി ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ട്രീ എന്നാണ് പറഞ്ഞത്. ട്രീയുടെ ഹൈറ്റ് ഏതാ? ABയും ട്രീയുടെ ഹൈറ്റാണ്, ACയും ട്രീയുടെ ഹൈറ്റ് ആണ്. ഇത് രണ്ടും കൂടിയും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രീയുടെ ഹൈറ്റ് കിട്ടുക, അല്ലേ? ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത് AB + AC ആണ്. അപ്പോൾ ആദ്യം AB കാണണം, അതിനുശേഷം നമുക്ക് AC കാണണം. ഓക്കെ, ഞാനിവിടെ tan 30 ആണ് എടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് tan എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 30ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് കാണണം, അഡ്ജസൻറ്റ് സൈഡ് തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് കാണണം, അഡ്ജസൻറ്റ് സൈഡ് തന്നിട്ടുണ്ട്. സോ ഓപ്പോസിറ്റും അഡ്ജസൻറ്റും വരുന്ന ഏതാണ്? tan ആണ്. സോ tan 30 = ഓപ്പോസിറ്റ് സൈഡ് AB, അഡ്ജസൻറ്റ് സൈഡ് BC. ഇനി 30, 60, 90 വരുന്ന ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്ക് tan 30 ഇതിൽ നിന്ന് എടുക്കാം. എന്താ tan 30? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് അഥവാ 1/√3 എന്ന് വരും. ഓക്കെ, ദെൻ AB ബൈ BC എന്ന് പറയുന്നത് 8 ആണ്. ഈ 8നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി, അപ്പോൾ 8/√3. അപ്പോൾ ABയുടെ ലെങ്ത് കിട്ടി, 8/√3 ആണ്. ഇനി AC കാണണം, അതിന് ഞാൻ എടുക്കുന്നത് സീക്കാണ്. എന്തുകൊണ്ടാണ് സീക്ക് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസിൻ്റെ റെസിപ്രോക്കൽ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നതിന് മുമ്പത്തെ ചോദ്യത്തിൽ കണ്ടുപിടിക്കാനുള്ള ഭാഗം മുകളിൽ വരുന്ന ന്യൂമറേറ്റർ ആയിട്ട് വരുന്ന രീതിയിൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ കോസ് ആണ് എടുക്കുന്നതെങ്കിൽ BC/AC ആണ് വരിക. അപ്പോൾ AC ഡിനോമിനേറ്ററിൽ വരും. ഞാൻ നേരെ തിരിച്ചെടുത്തു. AC ആണല്ലോ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ AC/BC അഥവാ സീക്ക് വരും, കോസിൻ്റെ റെസിപ്രോക്കൽ. ഇതിൽ നിന്ന് സീക്ക് നമുക്ക് കണ്ടെത്താം എന്താ? 2/√3. ഇനി കോസ് എടുത്തും തിങ്ക് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, കോസ് എടുത്തും ചെയ്യാം. ദെൻ ഈ 8ന് ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പം എന്ത് സംഭവിക്കും? 2 × 8 16 എന്ന് വരും. ഓക്കെ, ഇനി മരത്തിൻ്റെ ഹൈറ്റ് കാണാൻ ഈ രണ്ട് ഡിസ്റ്റൻസുകൾ അഥവാ ABയും ACയും എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. AB എന്ന് പറയുന്നത് 8/√3 ആണ്, മറ്റേത് 6/√3 ആണ്. രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പം ന്യൂമറേറ്ററുകൾ തമ്മിൽ ആഡ് ചെയ്യാം. 16ലോട്ട് 8 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 24 എന്ന് കിട്ടും. ഇനി ഡിനോമിനേറ്ററിലെ റൂട്ട് കളയാനും വേണ്ടിയിട്ട് 24നെ ഞാൻ 8 × 3 എന്ന് എഴുതി. 8 × 3 ആണല്ലോ 24. ഇനി 3നെ നമുക്ക് √3 × √3 എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു √3യും ഡിനോമിനേറ്ററിൽ നിന്ന് √3 എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. സോ ബാക്കി എന്തുണ്ടാവും? 8√3. അപ്പോൾ മരത്തിൻ്റെ ഹൈറ്റ് എത്രയാണ് വരിക? 8√3. ഓക്കെ, അപ്പോൾ മരത്തിൻ്റെ ഹൈറ്റ് എത്ര വരിക? 8√3 ആണ് മരത്തിൻ്റെ ഹൈറ്റ് നമുക്ക് കിട്ടുക.